ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ടുഡേ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ലവ്. സ്നേഹം. എന്താണ് സ്നേഹം? വചനം പറയുന്നു, സ്നേഹം ദൈവം തന്നെ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിൽ വസിക്കുവാൻ, കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ടിപ്പ് കൂടെയാണ്. കർത്താവിൽ വസിക്കണമെങ്കിൽ, കർത്താവ് നമ്മളോട് കൂടെ വസിക്കണമെങ്കിൽ സിമ്പിളായി ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് സകലരെയും കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു വികാരമാണ് സ്നേഹം. അതൊരു അത്ഭുതകരമായ ഒന്നാണ്. നമുക്ക് മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും പറവകളോടും ലോകത്തിലുള്ള സകലതിനോടും സ്നേഹം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് കർത്താവിൻ്റെ സ്നേഹമാണ്. സകല മനുഷ്യർക്കും വേണ്ടി സ്വന്തം ജീവനെ ക്രൂശിൽ തന്ന സ്നേഹം. ജാതിമതഭേദമില്ലാതെ സകലരെയും സ്നേഹിച്ച് സകലർക്കും നിത്യത നൽകേണ്ടതിന്, സകലരെയും സന്മാർഗത്തിൽ നടത്തേണ്ടതിന് കർത്താവ് ഭൂമിയിൽ അവതരിച്ച് 33.5 വർഷക്കാലം നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി മരിച്ച്, ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹമാണ് ശരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് നാം എടുക്കേണ്ടത്, നാം സ്വീകരിക്കേണ്ടത്. ഒരിക്കൽ നമുക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ അവരുടെ തെറ്റുകളെ ക്ഷമിക്കുന്നത് എത്ര എളുപ്പം. അവർ നമ്മളെ വേദനിപ്പിച്ചതോ നിരാശപ്പെടുത്തിയതോ കുറ്റപ്പെടുത്തിയതോ എന്തിന് ഉപദ്രവിച്ചതുപോലും മറക്കുവാൻ ഒരു കഴിവ് സ്നേഹത്തിനുണ്ട്. ആ സ്നേഹം എവിടെ നിന്ന് കിട്ടും? അത് കർത്താവിൽ നിന്ന് മാത്രമേ പ്രാപിപ്പാൻ കഴിയുള്ളൂ. ദൈവസ്നേഹത്തിൽ നിറയേണ്ടതിന്, ഈ നാളുകൾ ദൈവസ്നേഹത്തിൽ നടക്കേണ്ടുന്നതിന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവ് അതിന് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ഗുഡ് ഡേ.